ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കാതെ ഈസി ആയിട്ട് ഇതുപോലെ പുഡിങ്ങുകൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ക്യൂബാക്കി എടുക്കുക. ഇതിനി നമുക്ക് ഒരല്പം ബട്ടറോ നെയ്യോ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് 2 സൈഡും റോസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ള് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അടുത്തത് വേണ്ടത് ഒരല്പം പാല് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് കട്ടയൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ അതുപോലെ ബ്രെഡിൻ്റെ അളവും കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവും കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് അളവിൽ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് ഈ പാലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ ബ്രെഡിൻ്റെ അളവിലുള്ള പാല് മാത്രമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ പാല് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അവിടെ കസ്റ്റാർഡ് പൗഡർ പാലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ മിക്സ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പാലും കസ്റ്റാർഡ് പൗഡറും ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുറുകി കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ടൈം ഒന്നും ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട. അപ്പം നമ്മൾ കസ്റ്റാർഡിൻ്റെ ഈ മിക്സ് ചേർത്തതിന് ശേഷം നമ്മൾ തീ ലോയിലേക്ക് ആക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ ആ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ ഓരോ പീസായിട്ട് ഒരു ലെയർ പോലൊക്കെ നമ്മളിതൊന്ന് അതിന് മുകളിലേക്ക് കവർ ചെയ്തൊക്കെ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് വെക്കുക. അങ്ങനെ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിൽ അത് നമുക്ക് ഫുൾ കവർ ചെയ്ത് തീരത്തക്ക രീതിയിൽ നമ്മളത് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അതിന് മുകളിലേക്ക് ജസ്റ്റ് ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇപ്പം ഇത് നന്നായിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറി നന്നായിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. അത് തന്നെയല്ല ബ്രെഡൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കസ്റ്റാർഡ് പുഡിങ് തന്നെയാണിത്. നമുക്ക് ബ്രെഡൊക്കെ ഒരുപാട് വേണ്ടാതൊക്കെ വരുന്ന സമയങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ പുറത്തുനിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അപ്പോൾ എല്ലാം ഈ രീതിയിൽ കസ്റ്റാർഡ് പുഡിംഗ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.